എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഹെൽത്തി ബിരിയാണിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് സോയ എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് കുറച്ചധികം തിളച്ച വെള്ളം ഒഴിച്ച് ഇത് കുതിരാനായിട്ട് 10 മിനിറ്റ് മാറ്റി വെക്കും. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിത് ഒന്ന് കഴുകിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ബൗൾ എടുത്തിട്ട് ഞാനിവിടെ 1.5 കപ്പ് ബസ്മതി റൈസ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് മാറ്റി വെക്കും. ഒരു 10 മിനിറ്റ് ഇത് കുതിർന്ന് കിട്ടിയാൽ മതിയാകും. ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തൈര് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ സോയ കുതിർത്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. സോയാബീന് ഞാൻ ചൂടുവെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞെടുത്ത ശേഷം നന്നായിട്ടൊരു 3-4 വെള്ളത്തിൽ കഴുകി പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഞാനിതിലേക്ക് ഒരു ക്യാരറ്റും ഒരു 4 ബീൻസ് ഇതുപോലെ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മസാല ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് മാറ്റി വെക്കാം. ഈ മാറ്റി വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് വേവിച്ചെടുക്കണം. ഞാനിവിടെ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി മാറ്റി വെക്കാം. റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഞാനിവിടെ ചെറിയൊരു പീസ് പട്ട, 3 ഗ്രാമ്പു, 8-9 കുരുമുളക്, 2-3 ചെറിയ ബേ ലീഫാണ് കേട്ടോ. ഇത് ഇത്രയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നന്നായിട്ട് കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് വേകേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 95% വെന്താൽ മതിയാകും ഈ റൈസ്. റൈസ് ഇവിടെ വെന്തിട്ടുണ്ട്. ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത്രയും മതിയാകും. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കാം. മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഒരു സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഇങ്ങനെ വഴണ്ട് വരുന്നതിനോടൊപ്പം തന്നെ ഞാനിവിടെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ വഴണ്ട് വന്നിട്ടുണ്ട്. ഒരുപാട് വഴലേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയയുടെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂട്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ നല്ല ഒരു മണം വരുന്നുണ്ട്. ഇത് നമ്മളൊന്ന് ഇളക്കിയ ശേഷം മൂടി വെച്ച് ഒരു 5-6 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ അടപ്പൊന്ന് മാറ്റിയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ നല്ലതുപോലെ ഇളക്കിയിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളുടെ സലു കിച്ചൺ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ. പിന്നെ നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുത്ത ശേഷം ഇനി നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം. കുറച്ച് വെച്ചിട്ടാണ് ഇത് നമ്മൾ ഡം ചെയ്തെടുക്കുന്നത്. ഇതിന് മുകളിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കും. ഞാൻ ഞെട്ടോടുകൂടിയുള്ള പച്ചമുളക് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇതൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഡം ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഡം ചെയ്തെടുക്കാനുള്ളതില്ല. ഈ മൂടി നല്ല ടൈറ്റായിട്ട് ഇരിക്കുകയും വേണം. ഇതിപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് നോക്കാം. എല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ ഇളക്കുമ്പോൾ നമ്മളൊരു ഫോർക്ക് കൊണ്ടേ ആദ്യം ഇളക്കാവും കേട്ടോ. അപ്പം ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇത് അടിക്ക് പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം പാകത്തിനാണ് റെഡിയായിരിക്കുന്നത്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
വളരെ പെട്ടെന്ന് തന്നെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി സോയ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് ഈ ബിരിയാണിക്ക്. കുട്ടികൾക്ക് നമുക്ക് സ്കൂളിലെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ല ഒരു ബിരിയാണിയാണ് കേട്ടോ ഇത്.